2023-24 വാർഷിക റിപ്പോർട്ട് വായിക്കുകയാണ്. ആധുനികതയുടെ കുത്തൊഴുക്കിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഇടയിൽ കൗമാര സ്വപ്നങ്ങളുടെ നീരുറവ വറ്റാതെ സൂക്ഷിക്കുന്ന 150-ലധികം വർഷം പഴക്കമുള്ളതും ബഹുമാനപ്പെട്ട EMS അടക്കമുള്ള മഹാരഥന്മാർ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1971 മുതൽ 1976 വരെയുള്ള 10ാം ക്ലാസ്സുകാരിലെ പൂർവ്വ വിദ്യാർത്ഥികളായ KK മുഹമ്മദ് അലി, KT ഹംസ, CH നജീബ്, മുൻ ചെയർപേഴ്സൺ പ്രേമലത, അന്തരിച്ച നമ്മുടെ സുഹൃത്ത് പരേതനായ ഹബീബ്, നൂറുൽ നിസ തുടങ്ങിയ കുറെ സുഹൃത്തുക്കൾ പലതവണ ഒത്തുകൂടി 10ാം ക്ലാസ്സുകാരുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് 2021 രൂപീകരിച്ച ഈ ഓർമ്മക്കൂടാരം. വിഭാഗീയത രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലത്ത് സൗഹൃദവും സ്നേഹവും സാഹോദര്യവും കാരുണ്യവും ഊട്ടിയുറപ്പിക്കുക ലക്ഷ്യമാക്കിയ ഈ കൂട്ടായ്മ ഇതിനകം 10-ലധികം ഏകദിന ദ്വിദിന യാത്രകളും അതിലധികം തന്നെ ചെറുതും വലുതുമായ ഒത്തുചേരലുകളും നടത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ വർണ്ണശബളമാക്കിക്കൊണ്ട് നൃത്യ ഗാനമേളകൾ അടക്കമുള്ള വിവിധ കലാപരിപാടികളോടെ അരങ്ങ് തകർത്തിരുന്നു. കലാപരിപാടികളിൽ ചിത്രകലയാൽ മായിക പ്രപഞ്ചം തീർക്കുന്ന CH നജീബിന്റെ ചിത്രകലാ പ്രദർശനവും KK മുഹമ്മദ് അലി, ഇബ്രാഹിം, മുസ്തഫ, പ്രേമലത, നാസർ, നൂറുനിസ, പത്മിനി, സലീമ, പ്രസന്ന, രമണി, ശ്രീലത, സുലേഖ, പ്രസന്ന, ഗൗരി, സ്വർണലത, കനകം, സാറാമ, ഗുൽഷ, നാസർക്ക തുടങ്ങിയ പ്രതിഭകളുടെ തിരുവാതിരകളി, നൃത്തം, ഗാനങ്ങൾ അടക്കം വിവിധ കലാപരിപാടികൾ എല്ലാ സംഗമങ്ങൾക്കും വിരിവേകാറുണ്ട്. KK മുഹമ്മദ് അലി സ്വന്തമായി രചിച്ച് ഈണം നൽകിയ ഗാനം സ്കൂൾ സ്മരണകൾക്ക് പുനരുജ്ജീവനം നൽകാറുണ്ട്. ഈ പ്രായത്തിലും നൃത്തത്തിൽ അത്ഭുതം രചിക്കുന്ന സുലേഖ കോട്ടയത്തു നിന്നും, നമ്മുടെ ലില്ലിപ്പൂവായ സാറാമ കൊടൈക്കനാൽ വഴി കണ്ണൂരിൽ നിന്നും ദീർഘയാത്ര നടത്തിയാണ് നമ്മുടെ കൂടിച്ചേരലുകളിൽ പങ്കെടുക്കാറുള്ളത്. ശാരീരിക അവസ്ഥകൾ അവഗണിച്ചു പോലും സ്കൂൾ കുട്ടികൾ കണക്കെയാണ് പലരും ഒത്തുകൂടാറുള്ളത്. കൂടുതൽ ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, കാരണം അത്രക്കധികം എല്ലാവരും ഓർമ്മക്കൂടാരത്തിന്റെ ഹൃദയത്തിൽ നെഞ്ചേറിയവരാണ്. ചില കണക്കുകൾ പറയാം. 6/5/21 ഓർമ്മക്കൂടാരത്തിന് ശിലയിട്ടു. 30/12/22 പ്രഥമ സംഗമം നമ്മുടെ പ്രസിഡന്റ് KK മുഹമ്മദ് അലിയുടെ വീട്ടിൽ നടത്തി. 15/1/2023 1ാം വാർഷികം, 27/1/24 2ാം വാർഷികം, ഫെബ്രുവരി 27-28-2024 24 പേരോടെ കോട്ടയം കുമരകം യാത്ര, 5/11/24 24 സഹപാഠികൾ പങ്കെടുത്ത കൊടൈക്കനാൽ യാത്ര, 7/1/25 19 പേരോടെ നിലമ്പൂർ യാത്ര, 11/2/2025 24 പേരോടെ കടലുണ്ടി യാത്ര, 15/3/25 ഫറോക്ക് യാത്ര, 29/9/24 നജീബിന്റെ പെരിന്തൽമണ്ണയിലെ പെരിയോർമ്മകൾ എന്ന പുസ്തക പ്രകാശനവും സ്നേഹ സംഗമവും നടത്തി. 29/8/24 വി രമണിയുടെ വീട്ടിലടക്കം പലതവണ പല വീടുകളിലായി അഡ്മിൻ യോഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളും നടത്തി. 17/12/24 KP ഇസ്മായിലിന്റെ ചെറുമല വീട്ടിൽ ഹബീബ് അനുസ്മരണവും എക്സിക്യൂട്ടീവ് മീറ്റിംഗും ഒരു ദിനം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ അവർ സംഘടിപ്പിച്ചു. 15/4/25 മുഹമ്മദ് അലിയുടെ കുന്നപ്പള്ളി വീട്ടിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. കഴിഞ്ഞ 1.5 വർഷത്തെ മാത്രം സംഗമങ്ങൾ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മൾ എത്ര തവണ നമ്മൾ കൂടിച്ചേർന്നു എന്നുള്ളത്. ഒരുപാട് ഏറെ ഉണ്ട്. കാറും കോളും കാറ്റും ചുഴികളും അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ ഓർമ്മക്കൂടാരം എന്ന കപ്പൽ അറിയപ്പെടുന്ന സ്കൂൾ അലുമിനികളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും ഏറെ മുന്നിൽ തന്നെയായി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കൂടാരത്തിലെ കൂട്ടുകാരാണ് ഇതിന്റെ ഊർജം. ഗുരുവര്യരുടെയും മറ്റു വിശിഷ്ടാതിഥികളുടെയും മനസ്സിൽ നിന്നും കൗമാരത്തിന്റെ വെള്ളി വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന സഹപാഠികൾക്കും മുന്നിൽ ഞാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.